വിധി പ്രസ്താവം 1 മണിക്ക്. മുൻകൂർ ജാമ്യം തേടിയുള്ള രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ഹർജിയിന്മേൽ ഇന്ന് 1 മണിക്ക് വിധി പ്രസ്താവം ഉണ്ടാവും. ഇരുവിഭാഗത്തിന്റെയും വാദം കഴിഞ്ഞു. ഏറ്റവും തമാശ എന്ന് പറയുന്നത്, അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ആ വാദപ്രതിവാദങ്ങൾ തത്സമയം എന്ന് പറഞ്ഞ് സകല മാപ്രകളും തത്സമയം നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തരും പല തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ നൽകുവാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് സകലതും നൽകി എന്നൊക്കെയാണ് ഇവർ തകർത്തുവിടുന്നത്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇവർ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് രാഹുലിന്റെ ഡ്രൈവറായ ജോസിനെ, ബാംഗ്ലൂരിൽ എത്തിച്ച ജോസിനെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ നോട്ട് ടു അറസ്റ്റ് എന്നൊരു ഹർജിയും കൂടെ രാഹുൽ നൽകിയിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും 1 മണിക്ക് ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാവും. ഏറ്റവും സന്തോഷകരമായ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. സകല മാപ്രകളും അദ്ദേഹത്തെ രാഹുലിന്റെ രാജിക്കായി മുറവിളി കൂട്ടിയപ്പോൾ കൃത്യമായും ഒരു KPCC അധ്യക്ഷന്റെ ആർജവത്തോടെ, നട്ടലോടെ ഇന്ന് അദ്ദേഹം ചരിത്രത്തിൽ ആദ്യമായിട്ടാവാം, ആ KPCC അധ്യക്ഷന്റെ കസേരയിൽ ഇരുന്ന ശേഷം ആദ്യമായിട്ടാവാം ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ നട്ടലോടെ KPCC അധ്യക്ഷൻ മറുപടി പറയുന്നത്. ഇപ്രകാരം ഒരു മറുപടി നേരത്തെ രാഹുൽ വിഷയത്തിൽ കൊടുക്കുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു. ഇതേ കുറച്ച് ഇന്ന് പറഞ്ഞ പോലെ രാഹുലിനെതിരെ നടപടിയെടുക്കുവാനുള്ള സമയക്രമമൊന്നും മാപ്രകൾ എന്നെ പഠിപ്പിക്കേണ്ട, പറയേണ്ട, അതിന്റെ പ്രാപ്തി എനിക്കുണ്ട്, അതിന്റെ സമയത്ത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ ഈ ആർജവം തുടക്കത്തിൽ കാണിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വഷളാകില്ലായിരുന്നു. കേക്കച്ചനെ പോലെയുള്ളവർ അതൊരിക്കലും അത് മുതലെടുക്കില്ലായിരുന്നു. പരാതിക്കാർ പരാതി പോലീസിൽ കൊടുക്കുക, പോലീസ് അന്വേഷിക്കട്ടെ, കോടതി വിധി വരട്ടെ എന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രതിസന്ധി ഈ പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. എന്തായാലും രാഹുലിന് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിഷയത്തിൽ ഈ ഒരു ഏകപക്ഷീയമായി മാധ്യമങ്ങൾ ഇതുപോലെ വിചാരണ നടത്തി അവർ വിധി പ്രസ്താവന നടത്തുമ്പോൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം, രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെയോ തൊണ്ടി മുതൽ കണ്ടെടുക്കേണ്ടതിന്റെയോ ഒന്നും ആവശ്യം ഇതിലില്ല. ഞാൻ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാം എന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. കോടതിയിൽ കീഴടങ്ങാം, പൂർണ്ണമായി സഹകരിക്കാം എന്നും പറഞ്ഞ് കോടതിയുടെ മുന്നിലുള്ള ആളാണ് രാഹുൽ. രാജ്യം വിട്ടൊന്നും പോയിട്ടില്ല. ആ സാഹചര്യത്തിൽ ഇതുപോലൊരു അറസ്റ്റ് നാടകത്തിന്, അറസ്റ്റ് കൊണ്ട് എന്ത് നടക്കും? ഈ രാഷ്ട്രീയ പ്രേരിതമായ ഈ നാടകത്തിന് കോടതിയും കൂടെ കൂട്ടുനിൽക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. ഇതുപോലൊരു അറസ്റ്റ് നാടകം നടത്തി ഇയാളെ കൂടുതൽ വീണ്ടും നാണം കെടുത്തേണ്ടതിന്റെ ഒരു ആവശ്യകത എന്താണ്? അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ കീഴടങ്ങുക. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങുക. 6 മണിക്ക് മുമ്പായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിടുക. കൂടുതൽ ചോദ്യം ചെയ്യലിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു വരുത്തുക. ചോദ്യം ചെയ്ത് 6 മണിക്ക് മുമ്പായി മടക്കി വിടുക എന്ന് പറയുന്ന ഒരു ഉത്തരവിടാവുന്ന ഒരു നടപടി എടുക്കാവുന്ന ഈ വിഷയം വീണ്ടും റിമാൻഡിൽ വിട്ട് ഇത്രയും ശോഭകേട് ചെയ്യുവാൻ സകല സംവിധാനങ്ങളും കൂട്ടുന്നത് പോലെ കോടതിയും കൂട്ടുനിൽക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടുന്നത്. എന്തായാലും 1 മണിക്ക് തന്നെ നമുക്ക് എന്താണ് രാഹുൽ വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. എന്തായാലും ഇന്നലത്തെ ആവേശം കേക്കച്ചനും ടീമുകൾ ഇന്ന് കാണിക്കുന്നില്ല. കാരണം കോടതിയിൽ എന്തും സംഭവിക്കാം. അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ കോൺഗ്രസ്സുകാരന്മാർ ചെയ്ത ഏറ്റവും വലിയൊരു ആപ്പെന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തുന്നതിന്റെ തലേദിവസം തന്നെ നാളോ പേരോ അഡ്രസ്സോ ഇല്ലാതെ ലഭിച്ച ഒരു ഊമക്കത്ത് അത് DGPക്ക് കൊടുക്കുകയും ആ പരാതി DGPക്ക് ലഭിച്ച ഉടൻ തന്നെ FIR ഇടുകയും ഇന്ന് രാവിലെ തന്നെ അത് FIR ആക്കി കോടതിയിൽ സമർപ്പിക്കുകയും ഇന്ന് 11:45 ലാസ്റ്റ് കേസായിട്ട് പരിഗണിക്കുകയും ചെയ്യുകയാണ്. ഇനി ഈ കേസിൽ ജാമ്യം ലഭിച്ചാൽ തന്നെ അടുത്ത കേസ് സമാനമായ ബലാത്സംഗ കുറ്റമിട്ട് ചാർത്തിയിരിക്കുകയാണ്. അന്നേരം വീണ്ടും ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിന് പുറത്തു വരാൻ വയ്യാത്ത, അതല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ആന്റിസിപ്പേറ്ററി എടുക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ് ഇവർ എത്തിച്ചേക്കുന്നത്. ഇതിന്റെ എല്ലാം പിന്നിൽ ഓർക്കുക, ഇത് കോൺഗ്രസ്സുകാരെന്താണ്, കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത്. എന്നിട്ട് അവർ നിന്ന് പറയുന്നു, ഞങ്ങൾ ചെയ്തു, ഞങ്ങളിതാ കണ്ടോ മാതൃകാപരമായി ചെയ്തു എന്ന്. ഇതേപോലെ ശത്രുക്കളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരത കാണിച്ചിട്ട് ഇവന്മാരുടെ ആർജവം കാണിക്കുകയാണ്. ഒന്ന് പ്രതികരിക്കുവാൻ പോലും ശേഷിയില്ലാതെ, പ്രതിരോധിക്കുവാൻ പോലും ശേഷിയില്ലാതെ നിൽക്കുന്ന ഇവന്മാരെയാണോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കുക. എന്തായാലും
രാഹുൽ വിഷയത്തിൽ 1 മണിയോടുകൂടി വിധി വരുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാത്തിരിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.